ഹലോ ഗൈസ്, എല്ലാവർക്കും ഷെഫ് ട്രാവലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിത് പുതിയ ട്രിപ്പ് ഓണായിട്ടോ. നമ്മളിവിടെ നിന്ന് പോണത് ജയ്പൂർക്കാണ്. ജയ്പൂർ. അപ്പോൾ നമ്മളിപ്പോൾ ഇരിഞ്ഞാലക്കുട നിന്നാണ് വണ്ടി എടുത്തത്. അപ്പോൾ നമ്മൾ ഇരിഞ്ഞാലക്കുട പമ്പിൽ ഡീസൽ അടിക്കാൻ വേണ്ടി വണ്ടി കയറ്റി കേട്ടോ. അപ്പോൾ നമ്മളിവിടെ നിന്ന് പോകുന്നത് ജയ്പൂർക്കാണ്. ജയ്പൂർ. അപ്പോൾ നമ്മൾ ഇരിഞ്ഞാലക്കുടയിൽ നിന്ന് വണ്ടി എടുത്തോട്ടോ. നമ്മൾ ജയ്പൂരുമായുള്ള യാത്ര നമ്മൾ തുടങ്ങിയിട്ടോ. നമ്മളങ്ങനെ കുറച്ചിടെ വണ്ടി ഓടിച്ച് പോകുന്നു കേട്ടോ. ഇനി ഫുഡ് കഴിച്ചിട്ട് പോകാൻ നിർത്തുന്നുണ്ട്. കോട്ടിക്കറി പൊറോട്ടയും വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ നമ്മുടെ ബാക്കിൽ കാണുന്ന കടയിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചിറങ്ങിട്ടോ. നമ്മൾ നേരെ ഇവിടെ നിന്ന് പോവാം. നമ്മൾ രാത്രി ആയതുകൊണ്ടാണ് കേട്ടോ വീഡിയോ ഒന്നും എടുക്കാണ്ടിരിക്കണേ. നമ്മളിപ്പോൾ ഏകദേശം കുറ്റിപ്പുറം ആവാറായി. എന്താ പറയുക, ചെറിയ മഴയുണ്ട് ഇവിടെ. പതുക്കെ നോക്കി പതുക്കെ പോയിക്കൊണ്ടിരിക്കുക. നമ്മളിപ്പോൾ സമയം രാത്രി 2 മണിയായിട്ടോ. നമ്മളിപ്പോൾ കോഴിക്കോട് ടൗണായിട്ടോ. നമ്മൾ 9:30 ആയപ്പോൾ അവിടെ നിന്ന് പോകുന്നതാണ്. ഇരിഞ്ഞാലക്കുടയിൽ നിന്ന് 9:30 പോകുന്നതാണ്. ഇപ്പോൾ സമയം 2 മണിയായി. നമ്മളിപ്പോൾ മാഹി എത്താറായിട്ടോ. ഒരു കട്ടൻ കാപ്പിയൊക്കെ കുടിച്ച് ഈ ഒരു തട്ടുകടയിൽ ചെറുതായിട്ടൊന്ന് വണ്ടി ഒതുക്കി. അപ്പോൾ നമ്മൾ കൊയിലാണ്ടിയിൽ വണ്ടി ഒതുക്കി കട്ടൻ കാപ്പിയൊക്കെ കുടിച്ചു. എന്നിട്ട് നമ്മുടെ യാത്ര തുടങ്ങും കേട്ടോ. ഏകദേശം 6 മണി ആവാറായിട്ടോ. നമ്മളിപ്പോൾ കാസർഗോഡ് ആവാറായിട്ടോ. കാസർഗോഡ് ഇവിടെ നിന്ന് ഒരു 20-25 കിലോമീറ്റർ ഉള്ളൂ. സമയം രാവിലെ 8 മണിയായിട്ടോ. നമ്മളിപ്പോൾ കാസർഗോഡ് എത്തി. കാസർഗോഡ് ഒരു ചായ കുടിച്ചിട്ട് ഇനി ഫുഡിനുള്ള സാധനങ്ങളൊക്കെ മേടിക്കണം. അങ്ങനെ കുറച്ച് അല്ലറ പരിപാടികളുണ്ട്. അതിൻ്റെ നേരെ വിടും. നമ്മൾ കാസർഗോഡ് ടൗണായിട്ടോ. അങ്ങനെ വീണ്ടും നമ്മൾ തലപ്പാടി ചെക്ക് പോസ്റ്റ് എത്തിയിട്ടോ. ഇപ്പം ഉണ്ടല്ലോ, നമ്മൾ കുന്താപുരം എന്ന് പറയുന്ന സ്ഥലത്താറ കേട്ടോ. ഞാൻ ഇച്ചിരി നേരം കിടന്ന് ഉറങ്ങുന്നത്. കാരണം ഇന്നലെ നൈറ്റ് ഫുള്ള് വണ്ടി ഓടിക്കായിരുന്നു. 1 മിനിറ്റ് പോലും ഉറങ്ങില്ല. അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി നേരം കിടക്കുമായിരുന്നു. അപ്പോൾ ഇപ്പോൾ എഴുന്നേറ്റുള്ളൂ. പക്ഷേ നമ്മളിത് സ്ഥിരം വന്ന റൂട്ടായതുകൊണ്ട് ഞാൻ പിന്നെ അധികം വീഡിയോ എടുക്കാണ്ടിരിക്കണേ. നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ ഈ റൂട്ടിൽ കൂടെ വന്നുകൊണ്ടാട്ടോ ഞാൻ പിന്നെ വീഡിയോ എടുക്കാണ്ടിരുന്നത്. പിന്നെ ഇത്ര നേരം കിടന്ന് ഉറങ്ങുമായിരുന്നു. അങ്ങനെ നമ്മുടെ പഴയ കടൽ തീരത്തെത്തിയിട്ടോ. ഒന്ന് കടൽ കലിപ്പാട്ടോ അല്ലേ. നമ്മൾ ഈ കടലിന്റെ സൈഡിൽ ഒതുക്കി ഫുഡ് സെറ്റ് ചെയ്തോണ്ടിരിക്കുക കേട്ടോ. ഫുഡ് കഴിച്ചിട്ടാണ് ഇനി അടുത്ത മുന്നോട്ടുള്ള യാത്രയുള്ളൂ. രാവിലെ ഒന്നും കഴിച്ചില്ല. അപ്പൊ ചോറ് കഴിച്ചു പോകാൻ ഓർത്തിരിക്കണം. നമ്മൾ ഈ റോട്ടിൽ കൂടെ പോണ വഴിക്ക് പല സമയത്തും നമ്മൾ ഈ ബീച്ചിൽ നിർത്തിയിട്ടുണ്ട്. പക്ഷെ ഇതുപോലെ തിര അടിക്കണം നമ്മൾ കണ്ടിട്ടില്ല കേട്ടോ. നമ്മൾ ആ പച്ച പുല്ലുള്ളിടത്ത് വരെ വന്ന് ഈ തിര അടിച്ച് കയറുക. ഭയങ്കര എന്താ പറയാ, ഇന്ന് കടല് ഭയങ്കര കലിപ്പ. വണ്ടിയിൽ വെച്ചേക്കണ കറി എന്നാന്നറിയാവോ? ചൂരക്കറി. ചൂര നല്ല കിടുക്കാച്ച് ചൂരക്കറി റെഡിയുണ്ട്. ചോറും സെറ്റായിട്ടുണ്ട്. ഇനി ഇത് കൂട്ടി ഒരു പിടുത്തം പിടിച്ചിട്ടുണ്ട് നമുക്ക് ഇവിടെ നിന്ന് പിടയ്ക്കാൻ. നമ്മൾ വണ്ടി പതുക്കെ ഇവിടെ നിന്ന് എടുക്കുക. കാരണം എന്താ വെച്ചാൽ ചോറ് വെന്തില്ല. അപ്പം
ചോറ് വേഗം കുറച്ച് സമയം എടുക്കും. അപ്പോൾ പിന്നെ കുക്കറിലത് അങ്ങനെ വെച്ചിട്ട് പതുക്കെ കുറച്ചങ്ങ് പോവുകയാണെങ്കിൽ അത്രയും ദൂരം കൂടെ കവർ ചെയ്യാമല്ലോ എന്നോർത്ത് ചോറുണ്ടാണ്ട് നമ്മൾ പതുക്കെ മുമ്പോട്ട് പോവുകയാണ്. ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ തന്നെ കുക്കറിൻ്റെ എയറൊക്കെ പോകും, ചോറ് സെറ്റാവും, പിന്നെ ചോറ് കഴിക്കാൻ നോക്കും. അല്ലാന്ന് പറഞ്ഞാൽ പോലെ സമയമില്ല നമുക്ക്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ എന്നാലും ലാഗടിക്കണില്ല. തിരിച്ചാണെങ്കിലും മാക്സിമം നേരത്തെ ഓടിയതാ നമുക്ക്. വണ്ടിക്ക് ഗ്രീസ് അടിക്കാൻ വേണ്ടി കയറ്റി തന്നിട്ട് വണ്ടിയുടെ ഗ്രീസൊക്കെ അടിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ അതൊക്കെ പോവാം. വലിയൊരു കയറ്റാട്ടോ. ഭയങ്കര ചൂടാവില്ല. ഇവിടെ മഴയൊക്കെ മാറി, കർണാടകത്തിൽ മഴ മാറി. നിലവിൽ നമ്മൾ കയറിയിട്ട് മഴയൊന്നും കണ്ടില്ല, നല്ല ചൂടുണ്ട്. ഹ്യൂമിഡിറ്റി വെല്ലാപ്പൂരൊക്കെ ചെല്ലുമ്പോൾ അറിയാം ക്ലൈമറ്റ് എങ്ങനെയാണോ. വെല്ലാപ്പൂർ തണുപ്പായിരിക്കും അല്ലേ? വെല്ലാപ്പൂർ ക്ലൈമറ്റ് വേറെ ക്ലൈമറ്റാണ് അല്ലേ? ഇവിടുത്തെ അവസ്ഥയല്ല. നമ്മുടെ ഫുഡ് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ഫുഡ് കഴിച്ചിട്ടാട്ടോ പോകണുള്ളൂ. ഇന്നലെ രാത്രി ഉറങ്ങാത്തതുകൊണ്ടല്ലോ ഭയങ്കര ക്ഷീണമായിരുന്നു. ഞാൻ കുറച്ച് നേരം കൂടെ കിടന്നു. എന്നാ വെച്ച് കഴിഞ്ഞാൽ രാത്രി വണ്ടി ഓടിക്കാനുള്ളൂ. ജയ്പൂരില്ല, നല്ല ദൂരമുണ്ട്. നമ്മളിപ്പോൾ എല്ലാപ്പൂർ വിജയചാൻ്റെ കടയിൽ എത്തിട്ടോ, ചായ കുടിച്ചിട്ട് പോവാം. എല്ലാപ്പൂർ വിജയചാൻ്റെ അടുത്ത് നിന്നൊരു ചായ ഓടിയൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനി ഇവിടെ നിന്ന് വണ്ടി ഓടിക്കണം. നമ്മുടെ വണ്ടി പുറകെ കിടക്കുന്നുണ്ട്. എല്ലാപ്പൂർ വിജയചാൻ്റെ ഒന്നൊരു കിടക്കാച്ചി ചായയൊക്കെ കുടിച്ച് കുറച്ച് സാധനങ്ങളൊക്കെ വണ്ടി മേടിക്കാൻ നടന്നു. പിന്നെ വണ്ടിയുടെ വൈപ്പർ ബ്ലേഡ് മാറി. അങ്ങനെ കുറേ അല്ലറ ചില്ലറ പിടപാടുകളെ ചെയ്തു. ഇനി നമ്മൾ നേരെ ഇവിടെ നിന്ന് ബീജാപ്പൂർക്ക് പോകണം. ബീജാപ്പൂർ എല്ലാപ്പൂർ കയറ്റം കയറിക്കൊണ്ടിരിക്കുക കേട്ടോ. അവിടെ ഒരു ബസ്സിന് എന്തോ പണി കിട്ടിയിട്ടുണ്ട്. നമ്മൾ എല്ലാപ്പൂർ കയറ്റമൊക്കെ കയറി നമ്മൾ എല്ലാപ്പൂർ ടൗൺ എത്തി കേട്ടോ. ആ ഫ്രണ്ടിൽ കാണുന്നിടത്താണ് നമ്മൾ അന്ന് വരാൻ നേരത്ത് നമ്മുടെ വണ്ടി പഞ്ചറായി കിടന്ന സ്ഥലം. അങ്ങനെ നമ്മൾ എല്ലാപ്പൂർ കഴിഞ്ഞ് ഹുബ്ബളി സിറ്റിയിട്ട് എൻ്റർ ചെയ്യുക കേട്ടോ. നമ്മൾ ഹുബ്ബളിയിൽ വണ്ടി നിർത്തി ചോറ് കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. സമയം ഇപ്പോൾ 10 മണിയായി. ഈ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇവിടെ നിന്ന് പതുക്കെ തെറിക്കാം. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു കേട്ടോ. പാത്രമൊക്കെ എടുത്ത് വെച്ചു. ഇനി നമ്മൾ നേരെ ഇവിടെ നിന്ന് വിജയപുരയ്ക്ക് പോവുകയാണ്. വിജയപുര നമ്മുടെ ഫ്രണ്ടിൽ ഇതേ സൈൻ ബോർഡിലുണ്ട് വിജയപുര. ഇവിടെ നിന്ന് ഒരു 210 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ ഒരു 210 കിലോമീറ്റർ ഒറ്റ പെടയങ്ങ് അവിടെയാണ് കേട്ടോ. നേരെ ഇനി വിജയപുരത്തിന് പോകണം. സമയം ഇപ്പോൾ 2 മണി ആവാറായിട്ടോ. വിജയപുരത്തിന് ഇനി ഒരു 20 കിലോമീറ്ററിനുണ്ട്. ഇത്ര നേരം വണ്ടി ഓടിക്കുമായിരുന്നു. ഇനി ഒരു ചായ കുടിച്ചിട്ടോ. നമ്മുടെ യാത്ര ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ വിജയപുരം എന്ന് പറയുന്ന സ്ഥലം കഴിഞ്ഞു. നമ്മളിനി പോകുന്നത് ജാത്ത് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. ഏകദേശം ഇനി ഇവിടെ നിന്നൊരു 50 കിലോമീറ്റർ കൂടി ഉണ്ട്. ജാത്ത് ശരിക്കും പറഞ്ഞാൽ മഹാരാഷ്ട്രയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് കർണാടക ഓടിക്കഴിഞ്ഞു. നാളെ മഹാരാഷ്ട്ര നമുക്ക് കവർ ചെയ്യണം. അപ്പോൾ നാളത്തെ അടിപൊളി കിടുക്കാച്ചി വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോ കാണാം.